ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു എഗ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനായിട്ട് 1.5 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതൊക്കെ ഒരു ചോപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനാദ്യമായിട്ട് തന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ചൂടാക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതേ പാനിൽ തന്നെയാണ് നമ്മൾ വീണ്ടും കറി ഉണ്ടാക്കിയെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 2 ഗ്രാമ്പു, പിന്നെ തക്കോലത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ചെറിയൊരു അളവിൽ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും കുറച്ച് മാത്രം മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് ആ പച്ചമണം മാറുന്നവരെ. ഇനി ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതുകൂടി ചേർക്കുന്നുണ്ട്. വേറെ ഗരം മസാലയായിട്ടൊന്നും ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ആദ്യം മസാലകൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചെറിയ തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് നേരം തന്നെ ഒന്ന് ആ എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കണം. ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റ് പാകമാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ 1 ടീസ്പൂൺ കടലമാവ് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ഒന്നിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ തൈര് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അതുമായിട്ടൊന്ന് ബ്ലെൻഡായി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി 1/4 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരാനായിട്ട് അടച്ചു വയ്ക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 മുട്ടയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പുഴുങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഫൈനലി കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 5-6 മുട്ട വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഗ്രേവിക്കാണ് കൂടുതൽ താല്പര്യം, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മുട്ടയുടെ എണ്ണം കുറച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈവൻ പുട്ടിന് കൂടി നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.